പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് വളരെയധികം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിവരം പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സംഭവം മറ്റൊന്നുമല്ല, നമുക്ക് ഈ വരുന്ന മെയ് 1 മുതൽ, അതായത് ഇനി 2 ദിവസം കൂടി ഉള്ളൂ അല്ലെ, മെയ് 1 മുതൽ നമ്മളുടെ കയ്യിൽ നിന്നും നമ്മുടെ പോക്കറ്റിൽ നിന്നും പൈസ നഷ്ടപ്പെട്ടു പോകുന്ന ചില ഇടപാടുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ RBIയുടെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബാങ്കുകളിലേക്കെല്ലാം നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പൈസ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പോയിട്ടുണ്ട്, ചില നിർദ്ദേശങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മളുടെ അവയർനെസ് ഉണ്ടായിരിക്കുന്ന ഈ കാര്യത്തിൽ. അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞ് നമ്മൾ പെരുമാറിയാൽ നമ്മുടെ പൈസ നമുക്ക് സേവ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ സംഭവം മറ്റൊന്നുമല്ല, നമ്മൾ എല്ലാവരും ATM ഉപയോഗിക്കാറുണ്ട്. ATM കാർഡ് യൂസ് ചെയ്യാത്തതായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ ഒരു കാലത്ത് എല്ലാവരും തന്നെ ATM ഉപയോഗിക്കുന്നുണ്ട്. ഇനി ATM-ന് പുറമെ നമ്മൾ പണമിടപാടുകൾക്കായി GPay, ഫോൺപേ അങ്ങനെ കുറെ അധികം ഡിജിറ്റൽ ആയിട്ടുള്ള പണമിടപാടുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇന്നത്തെ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ക്യാഷ് അല്ലെ, നമ്മുടെ പേപ്പർ കറൻസി ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുന്ന സ്വഭാവം വളരെ കുറവാണ്. ആളുകൾ എല്ലാവരും തന്നെ ഡിജിറ്റലിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി എത്ര ഡിജിറ്റൽ ആണ് എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമുക്ക് കയ്യിൽ ക്യാഷ് ആയിട്ട് തന്നെ വേണ്ടുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുക, അല്ലെങ്കിൽ ATM-ൽ നിന്ന് പൈസ എടുക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ബാങ്കുകളിൽ പോയി പണമിടപാടുകൾ നടത്തുന്നത് വളരെ കുറവാണ് ഇപ്പോഴെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും നമ്മൾ ഈ ഓൺലൈനിലുള്ള രീതിയിൽ നമ്മുടെ നെറ്റ് ബാങ്കിങ് ആണ് നമ്മൾ കൂടുതലും ഇപ്പൊ എല്ലാവരും തന്നെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ATM കാർഡ് അല്ലെ. ATM കാർഡ് ഇട്ട് നമുക്ക് കറൻസി നമ്മൾ എടുക്കാനായിട്ട്, നമ്മുടെ പേപ്പർ കറൻസി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ATM കാർഡ് ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ATM കാർഡിന്റെ ഉപയോഗത്തിലൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത മെയ് 1 മുതൽ, അതായത് വരുന്ന മെയ് 1 മുതൽ നമ്മളുടെ കയ്യിൽ നിന്നും പൈസ നഷ്ടപ്പെടുന്നുണ്ട്. ഓരോ ഇടപാടിനും 23 രൂപ വീതമാണ് കട്ടാവുന്നത്. ഇനി ഇതിന് ചില കാര്യങ്ങളുണ്ട് കേട്ടോ, ചില മാനദണ്ഡങ്ങൾ കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. സംഭവം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന്, അതായത് ഇപ്പൊ എന്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ എനിക്ക് ഫെഡറൽ ബാങ്കിന്റെ ATM-ൽ നിന്ന് പൈസ എടുക്കാം. അതോടൊപ്പം തന്നെ മറ്റ് ബാങ്കുകളുടെ ATM-ൽ നിന്ന് എനിക്ക് പൈസ എടുക്കാം അല്ലെ. ഏത് ATM-ൽ നിന്ന് വേണമെങ്കിലും പൈസ എടുക്കാം. പലപ്പോഴും നമ്മളൊക്കെ പൈസ എടുക്കാനായിട്ട് പോകുമ്പോൾ ATM എവിടെ എന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്റെ ഫെഡറൽ ബാങ്കിന്റെ ഒരു അക്കൗണ്ട് ഹോൾഡർ ആണ് ഞാനെങ്കിൽ, ഞാൻ SBI കണ്ടാലും അല്ലെങ്കിൽ കാനറ ബാങ്കിന്റെ കണ്ടാലും ഒക്കെ ഞാൻ ഓടിപ്പോയി അവിടെ നിന്ന് പൈസ എടുക്കും. പക്ഷേങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഈ ATM-ൽ നിന്ന് നമ്മൾ പൈസ എടുക്കുന്നതിന് ചില ചാർജസ് ഒക്കെ നമുക്ക് ഉണ്ട് അല്ലെ. നമുക്ക് ചില ലിമിറ്റ് ഉണ്ട്, നമുക്കൊരു പരിധിയുണ്ട് ഈ ATM-ൽ നിന്ന് പൈസ എടുക്കുന്നതിന്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യപ്പെടും. ഞാൻ പറഞ്ഞു, 500 രൂപയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് 23 രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഓക്കെ, ഓരോ ഇടപാടുകൾക്കുമാണ് 23 രൂപ അടുത്ത മാസം മുതൽ പോകുന്നത്. അപ്പൊ പരിധി എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഈ 23 രൂപ എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുൻപും ചാർജ് കട്ടാവുന്നുണ്ടായിരുന്നു. അന്ന് പരിധി കഴിഞ്ഞിട്ട് നമ്മൾ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ 21 രൂപയായിരുന്നു കട്ടാക്കിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ നമ്മളിൽ പലരും നമ്മൾ ഈ ATM ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരിധി ഉണ്ടോ? ഈ ATM-ൽ നിന്ന് നമുക്ക് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പൈസ എടുക്കാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ 500 എടുത്തു, കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ 1000 പോയി എടുത്തു, അത് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2000 എടുത്തു, അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ 100 രൂപ എടുത്തു. ഇങ്ങനെ പല രീതിയിൽ പൈസ, നമുക്ക് എന്ത് പൈസയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് മാത്രം ATM-ൽ നിന്ന് പൈസ വലിക്കുന്ന അല്ലെങ്കിൽ പൈസ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ATM പ്രവർത്തിക്കുന്നതിന് തന്നെ അതിന് വളരെ ചെലവുണ്ട്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചൂട് കാലത്ത് നമ്മൾ പുറത്തുകൂടെയൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു ATM-ൽ പോയി കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ് അല്ലെ. നല്ല AC ശീതീകരിച്ചിട്ടുള്ള മുറികളിലാണ് ATM ഇരിക്കുന്നത്, അതിന് സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ കുറെ അധികം അതിന്റെ ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇത് പരിപാലിച്ചു പോകുന്നതിന് കുറെ അധികം ചെലവുകൾ ബാങ്കുകൾക്കുണ്ട് ATM കൊണ്ടുപോകുന്നതിന്. അപ്പൊ ഈ ചെലവുകളൊക്കെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് RBIയുടെ പ്രത്യേക നിർദ്ദേശം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ATM-ന്റെ സേവനം ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നും വാങ്ങിക്കുന്ന തുക കൂട്ടാം എന്ന് പറയുന്നത്. അത് പ്രാബല്യത്തിൽ വരുന്നതോ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി എന്താണ് പരിധി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ATM, ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ ഏതെങ്കിലും ATM-ൽ പോയി പൈസ എടുക്കുന്ന സ്വഭാവമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതിൽ പകരമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാം, നമ്മൾ കൂടുതലും നമ്മുടെ ATM-ൽ നിന്ന് തന്നെ, നമ്മുടെ ബാങ്കിന്റെ ATM-ൽ നിന്ന് തന്നെ പൈസ എടുക്കണം. ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ ആണെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ എവിടെയുള്ള ATM-ൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പൈസ എടുക്കാം. അതായത് നമ്മുടെ ബ്രാഞ്ചിന് തൊട്ട് മുമ്പിലുള്ളതെന്നില്ല, ഫെഡറൽ ബാങ്കിന്റെ ഏത് ATM-ൽ നിന്ന് നമുക്ക് എടുക്കാം. അത് നമ്മുടെ ബാങ്കിന്റെ ATM ആണ്. ഇനി SBIയുടെ ആണെങ്കിൽ ഞാൻ SBIയുടെ നിന്ന് എടുക്കണം. അപ്പൊ ഫെഡറൽ ബാങ്ക് എന്താണ്, അതർ ബാങ്കിന്റെ ATM ആയി മാറും. ഓക്കെ, ഇനി
എന്റെ ബാങ്കിൽ നിന്ന് എനിക്ക് എത്ര പ്രാവശ്യം എന്റെ ബാങ്കിന്റെ ATM നിന്ന് എത്ര പ്രാവശ്യം പണം എടുക്കാം എന്ന് ചോദിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പരിധി, ഒരു മാസത്തിൽ എടുക്കാൻ പറ്റുന്ന പരിധി എന്ന് പറയുന്നത് 5 പ്രാവശ്യമാണ്. അപ്പൊ 5 ഇടപാടുകളാണ് നമുക്ക് ATM-ലൂടെ ഒരു മാസം പണം പിൻവലിക്കാനുള്ള 5 പ്രാവശ്യം നമുക്ക് പണം പിൻവലിക്കുവാനുള്ള സാധ്യതയാണ് നമ്മുടെ സ്വന്തം ATM-ൽ നിന്ന് നമുക്ക് ഉള്ളത്. ഇനി അതർ ബാങ്കിന്റെ ATM-ൽ നിന്നാണെങ്കിലും മറ്റു ബാങ്കുകളുടേതാണെങ്കിൽ നമുക്കുള്ള പരിധി എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യമാണ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ മറ്റു ബാങ്കുകൾ. അപ്പോ ഇനി ഉള്ള ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ, നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൈസ എടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ 23 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം 1 രൂപയ്ക്ക് പോലും നല്ല വിലയുണ്ട് അല്ലെ. ആ ഒരു സാഹചര്യത്തിൽ ഓരോ ഇടപാടിനും 23 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. അപ്പോ ഇനി മെട്രോ വിഭാഗത്തിലാണെങ്കിൽ, അങ്ങനെയുള്ള ഏരിയയിലാണെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ ഇത് 5 പ്രാവശ്യവും 3 പ്രാവശ്യവും, നോൺ മെട്രോ ആണെങ്കിൽ 5 പ്രാവശ്യവുമാണ് ഈ ഒരു പരിധി എന്നുള്ളത്. ഓക്കെ, ഇനി ഈ പരിധി നമ്മൾ ഇനി മുതൽ എന്ത് ചെയ്യണം, നമ്മൾ എണ്ണി വേണം ATM-ൽ നിന്ന് പൈസ എടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ സ്വന്തം ബാങ്കിൽ നമ്മൾ 5 പ്രാവശ്യം എടുക്കാവുള്ളൂ. മറ്റ് ബാങ്കുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, മറ്റ് ബാങ്കിന്റെ ATM-ൽ നമുക്ക് 3 പ്രാവശ്യം നമുക്ക് പൈസ എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് നോക്കി വേണം എടുക്കാനായിട്ട്. അപ്പൊ ഒരു കാര്യമുണ്ട് ഇതിന്റെ അകത്ത്, നമ്മുടെ ബാങ്കിൽ നിന്ന് 5 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ 6ാമത്തെ ഒരു ഇടപാട് നമ്മൾ അവിടെ നടത്തിയാൽ നമ്മുടെ 23 രൂപ നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ 5 പ്രാവശ്യം നമ്മുടെ സ്വന്തം ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് നമ്മുടെ സ്വന്തം ബാങ്ക് കണ്ടാലും നമ്മൾ അവിടെ കയറരുത്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് മറ്റു ബാങ്കിൽ നിന്ന് എടുക്കാം. 3 പ്രാവശ്യം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ പൈസ അധികം നഷ്ടപ്പെടാതെ നമുക്ക് ആ പൈസയെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് കാണും. അപ്പൊ ഇതൊക്കെ RBI കൊണ്ടുവരുന്നതിന്റെ അകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഡിജിറ്റൽ പണം ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട്. ഡിജിറ്റൽ ആയിട്ടുള്ള നമുക്കറിയാം ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെ, അങ്ങനെ പലതരം പേകൾ ഇന്നത്തെ കാലത്ത് നിലവിലുണ്ട്. നമ്മളിപ്പോ ഒരു കടയിൽ പോയി ഒരു ചായ കുടിച്ചാൽ പോലും നമ്മൾ പൈസയായിട്ട് കൊടുക്കുന്നില്ല, മറിച്ച് നമ്മൾ ഗൂഗിൾ പേ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഡിജിറ്റൽ അല്ലെ, പേപ്പർ കറൻസിയെ പാടെ മാറ്റിക്കൊണ്ട് ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിൽ പണമിടപാടുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ് RBI സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ എങ്കിലും ഒരു കാര്യമുണ്ട്, ഇന്ന് നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഗവൺമെന്റിന്റെ തന്നെ ഇപ്പൊ നമ്മുടെ KSRTC ബസ്സുകളിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില്ലറ എന്ന് പറയുന്നത് KSRTC തന്നെയല്ല, ഏത് ബസ്സിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ പൈസയായിട്ട് തന്നെ നമ്മൾ ചലോ കാർഡ് എന്നൊക്കെ പറയുന്ന കാർഡൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആ കാർഡുകളൊന്നും തന്നെ ഇല്ല. കുറച്ച് നാളൊക്കെ അതിങ്ങനെ പോയി. ഇപ്പൊ ഉള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഏരിയയിലൊന്നും ചലോ കാർഡ് ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ KSRTC കണ്ടക്ടേഴ്സ് എല്ലാം തന്നെ ചലോ കാർഡിന്റെ സംഭവമാണ് കഴുത്തിലിട്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസത്തോട് ചോദിച്ചു, ഈ ചലോ കാർഡ് നിങ്ങൾ എടുക്കുവോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെയുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ചില്ലറ തപ്പേണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ബസ് യാത്രകളിൽ തന്നെയാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും ഡിജിറ്റൽ ആണ്. എന്തുകൊണ്ട് ബസ്സുകളിലേക്ക് ഈ ഡിജിറ്റൽ രീതി വരുന്നില്ല? ഒന്നും വേണ്ട, നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവരാൻ പാടില്ല ബസ്സിൽ. ഇപ്പൊ നമ്മുടെ KSRTC-യിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു സംഭവം പരീക്ഷിക്കുകയാണെങ്കിൽ എന്ത് നല്ലതായിരിക്കും. എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ യാത്ര ചെയ്യുന്ന റൂട്ടിൽ എനിക്ക് 33 രൂപ കൊടുക്കണം ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഈ 33 രൂപയ്ക്ക് ഞാൻ 3 രൂപ ചില്ലറ തപ്പിയെടുക്കണം. ഈ പറയുന്ന കണ്ടക്ടറുടെ കയ്യിൽ ആ കൃത്യമായ പൈസ എനിക്ക് തരാനും ചിലപ്പോൾ കാണുന്നില്ല, എല്ലാവർക്കും കൊടുക്കണ്ടേ. അപ്പൊ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ ഡിജിറ്റൽ ആണെങ്കിൽ നമുക്ക് എത്ര സുഖമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ഇന്ന് വരെ ഇതൊന്നും ആപ്ലിക്കബിൾ ആയിട്ട് മാറിയിട്ടില്ല എന്നുള്ള, എല്ലാ മേഖലയിലും വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വേണ്ട, നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ചീട്ടെടുക്കാൻ നിൽക്കുമ്പോൾ അവിടെ നമുക്കില്ല അല്ലെ, അവിടെയും നമ്മൾ പൈസയായിട്ട് കൊടുക്കണം. നമുക്ക് ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങളിലും ഈ ഒരു ഡിജിറ്റൽ രീതികൾ വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. ബാങ്കുകൾ ഇങ്ങനെ ഡിജിറ്റൽ രീതിയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും കൂടെ ഡിജിറ്റൽ ആക്കുവാണെങ്കിൽ നന്നായിരുന്നു. കാരണം പലപ്പോഴും പൈസ നഷ്ടമാണ് കേട്ടോ. ഇപ്പൊ 33 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൈസ, ഇപ്പൊ ഞാൻ 40 കൊടുത്തെങ്കിൽ 7 രൂപ എനിക്ക് ബാക്കി തരണം. ആ കണ്ടക്ടർ പിന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാളും പറഞ്ഞു, നമ്മളും പറഞ്ഞു, നമ്മൾ ഇറങ്ങിപ്പോകും. ഫലത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ 7 രൂപ അവിടെ നഷ്ടപ്പെട്ടു പോകും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പലപ്പോഴും പിന്നെ അവർ ചില്ലറ തരുമ്പോൾ ചിലപ്പോൾ 5 രൂപ തന്നു, ചിലപ്പോൾ ബാക്കി 2 രൂപ നമ്മുടെ നിന്ന് പോയി. അങ്ങനെ നമുക്ക് പല രീതിയിൽ പൈസ നഷ്ടം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഓർക്കുക, നമ്മുടെ അടുത്ത മാസം മെയ് 1 മുതൽ ഡിജിറ്റൽ പണമിടപാട് കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ATM നമ്മൾ എണ്ണി ഉപയോഗിക്കുക. ATM കാർഡുകൾ എണ്ണി നമ്മൾ ATM കൗണ്ടറിൽ പോയി പൈസ എടുക്കുക, ഉപയോഗിക്കുക. അല്ലെങ്കിൽ
23 വീതം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ ഇടപാടുകൾക്കും നഷ്ടപ്പെടും. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി അറിയിക്കാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വിട വാങ്ങുന്നു. വീണ്ടും അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം.